നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചാലക്കുടി കോസ്മോസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചാലക്കുടി ഉപജില്ലാ നീന്തൽ മത്സരത്തിൽ വെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായ മൂന്നാം തവണയും ഓവറോൾ കിരീടം കരസ്ഥമാക്കി. ഡ്രെയിനേജ് വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. റോയൽ ബേക്കേഴ്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് മരിച്ചത്. സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ ദേശീയ ഫാർമസിസ്റ്റ് ദിനം ആഘോഷിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ മോഷണം. സ്കൂളിന്റെ അടുക്കളയിൽ നിന്ന് 2 ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിച്ചു. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. ആമ്പല്ലൂർ സിഗ്നൽ കഴിഞ്ഞ് വരന്തരപ്പിള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡ് കയ്യേറി കച്ചവടം നടത്തുന്നതിനെതിരെ PWD AEക്ക് പരാതി നൽകി. നന്ദിക്കരയിൽ സച്ചി ഓട്ടു കമ്പനിക്ക് മുൻപിൽ തൊഴിലാളികൾ സൂചനാ ധർണ നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി കോസ്മോസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചാലക്കുടി ഉപജില്ലാ നീന്തൽ മത്സരത്തിൽ വെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായ മൂന്നാം തവണയും ഓവറോൾ കിരീടം കരസ്ഥമാക്കി. ചാലക്കുടി ഉപജില്ലയിലെ 15 സ്കൂളുകളിൽ നിന്നായി 220 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. 2022-2023 വർഷങ്ങളിലും വെറ്റിലപ്പാറ സ്കൂൾ ചാമ്പ്യൻ പദവി നേടിയിരുന്നു. സ്കൂൾ അധ്യാപകരും PTA-യും അതിരപ്പള്ളി റോട്ടറി ക്ലബ്ബും ചേർന്നാണ് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളതും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടതുമായ കുട്ടികളെ ചാലക്കുടി കോസ്മോസ് ക്ലബ്ബിൽ കൊണ്ടുപോയി പരിശീലനം നൽകിയത്. കോസ്മോസ് ക്ലബ്ബാണ് കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനത്തിന് അവസരമൊരുക്കിക്കൊടുത്തത്. തുടർച്ചയായി മൂന്നാം തവണയും കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം നൽകിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ പോലീസ് സബ് ഇൻസ്പെക്ടറും മാസ്റ്റേഴ്സ് വിഭാഗം അന്താരാഷ്ട്ര സ്വർണ്ണ മെഡൽ ജേതാവുമായ PD അനിൽകുമാറാണ്. സീനിയർ വിഭാഗത്തിൽ നോയൽ ജോഷി 5 ഒന്നാം സ്ഥാനവും അശ്വിൻ MC 4 ഒന്നാം സ്ഥാനവും, ജൂനിയർ വിഭാഗത്തിൽ ആദിൻ AJ 2 ഒന്നാം സ്ഥാനവും 2 രണ്ടാം സ്ഥാനവും, ട്രൈബൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന വിപിൻ സതേന്ദ്രൻ 3 ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ട്രൈബൽ വിഭാഗത്തിൽ നിന്നും 10 കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചു. വെറ്റിലപ്പാറ സ്കൂളിന് 120 പോയിന്റാണ് ലഭിച്ചത്. ഡ്രെയിനേജ് വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. റോയൽ ബേക്കേഴ്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് മരിച്ചത്. മാള കാരൂർ സ്വദേശി 52 വയസ്സുള്ള സുനിൽകുമാർ, തൃശൂർ വരദനാട് നഗർ സ്വദേശി 45 വയസ്സുള്ള ജിതേഷ് എന്നിവരാണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. 10ഓളം ജീവനക്കാർ ഉള്ള സ്ഥാപനത്തിൽ മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ സ്ഥാപനത്തിന്റെ പുറകുവശത്തുള്ള വേസ്റ്റ് കുഴി വൃത്തിയാക്കാൻ ഇറങ്ങിയത്. ഏറെ നാളുകളായി അടഞ്ഞുകിടന്നിരുന്ന ടാങ്കിൽ ഇറങ്ങിയ ഇരുവരും ശ്വാസം കിട്ടാതെ മാലിന്യത്തിലേക്ക് വീഴുകയായിരുന്നു. ഏകദേശം 7 അടി ആഴവും അതിൽ 3 അടിയോളം ചെളിയും നിറഞ്ഞുകിടന്ന ടാങ്കിൽ നിന്നും 2 പേരുടെയും ചലനമറ്റ ശരീരം കണ്ടെത്തുകയായിരുന്നു. ടാങ്കിലേക്ക് ഒരാൾക്ക് കഷ്ടിച്ച് കടക്കുന്നതിനുള്ള മാൻഹോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 പേരും 8 വർഷമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നവരാണ്. ചാലക്കുടിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സന്തോഷ് കുമാർ, S അതുൽ എന്നിവർ ബ്രീത്തിംഗ് അപ്പാരറ്റസ് ധരിച്ച് ടാങ്കിലേക്കിറങ്ങി നടത്തിയ തിരച്ചിലിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T സന്തോഷ് കുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഹരിലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ സേനാ അംഗങ്ങളായ S സുജിത്, സന്തോഷ് കുമാർ, RM നിമേഷ്, S അതുൽ, നിഖിൽ കൃഷ്ണൻ, സുരാജ് കുമാർ, U അനൂപ്, ഹോംഗാർഡുമാരായ KS അശോകൻ, KP മോഹനൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ ദേശീയ ഫാർമസിസ്റ്റ് ദിനം ആഘോഷിച്ചു.
ചാലക്കുടി സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെയും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന ശാഖയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ഫാർമസിസ്റ്റ് ദിനം നടത്തപ്പെട്ടു. സെയിന്റ് ജെയിംസ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. സെയിന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമി ഡയറക്ടർ ഡോക്ടർ ആന്റോ ആലപ്പാടൻ അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. 9.17% വളർച്ചാ നിരക്ക് കൈവരിച്ച ഒരു മേഖലയാണ് ഔഷധ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ചെറുതായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇന്ത്യ ഇങ്ങനെ വളരെയാണ് ലോകത്തിൻ്റെ ഔഷധ മേഖലയിൽ. അമേരിക്കയിലേക്ക് ഔഷധങ്ങൾ ഒരുപാട് കയറ്റി അയക്കുന്നു, പ്രത്യേകിച്ച് ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ. ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുന്നു, നെതർലാൻഡ്സിലേക്ക് കയറ്റി അയക്കുന്നു, ബ്രസീലിലേക്കും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഒരുപാട് കയറ്റി അയക്കുന്നു. ഏതാണ്ട് 2.37 ലക്ഷം കോടിയുടെ മരുന്നുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇന്ത്യ കയറ്റി അയച്ചു എന്ന് പറയുമ്പോഴാണ് പിന്നോക്ക രാജ്യങ്ങളുടെയും മാത്രമല്ല, പഴയകാലത്ത് പിന്നോക്ക രാജ്യങ്ങളുടെ മരുന്നിന്റെ കലവറ എന്നാണ് ഇന്ത്യയെക്കുറിച്ച് പറയാറ്. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ മോഷണം. സ്കൂളിന്റെ അടുക്കളയിൽ നിന്ന് 2 ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിച്ചു. സ്കൂളിന്റെ അടുക്കളയുടെ പരിസരങ്ങളിൽ മുളകുപൊടി വാരി വിതറിയ നിലയിലാണ്. ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസിന്റെ 3 ടയറുകളും പഞ്ചറാക്കി. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. രാവിലെ സ്കൂളിലെത്തിയ പാചക തൊഴിലാളികളാണ് മുളകുപൊടി വാരി വിതറിയ നിലയിൽ സംഭവം ആദ്യം കണ്ടത്. ഉടനെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. കൊടകര പോലീസും തൃശൂർ റൂറലിലെ ഡോഗ് സ്ക്വാഡിലെ സ്റ്റെല്ലയും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പാലപ്പള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. വീലുപാടം കിണർ സ്വദേശി വെണ്ണൂറാൻ വീട്ടിൽ 51 വയസ്സുള്ള സക്കീറിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. പാലപ്പള്ളി ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്ന് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പുലിക്കണ്ണിയിൽ വെച്ചാണ് കാട്ടുപന്നി ബൈക്കിൽ വന്നിടിച്ചത്. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സക്കീറിന്റെ കൈക്കും കാലിനുമാണ് പരിക്കേറ്റത്. ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലിക്കണ്ണീര് ഫോറസ്റ്റിന്റെ ഒരു കാടുണ്ട് ഇവിടെ സെന്ററിൽ. ഞാൻ എൻ്റെ സൈഡ് പിടിച്ചു വരും, പെട്ടെന്ന് റൈറ്റ് സൈഡിൽ നിന്ന് പന്നി പഞ്ചാടി വണ്ടി പിടിച്ചിട്ട്. എത്ര മണിക്കുണ്ടായത്? ഒരു സമയം ഒരു 10:45 രാവിലെ 10:45. രാവിലെ ആമ്പല്ലൂർ സിഗ്നൽ കഴിഞ്ഞ് വരന്തരപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡ് കയ്യേറി കച്ചവടം നടത്തുന്നതിനെതിരെ PWD AEക്ക് പരാതി നൽകി. കച്ചവട സ്ഥാപനങ്ങൾ റോഡ് കയ്യേറിയതിനാലും കുറച്ച് സ്ഥലത്ത് സ്ലാബ് ഇടാത്തതുകൊണ്ടും ഇവിടെ ഗതാഗത കുരുക്ക് പതിവാണ്. മാത്രമല്ല, റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം പാർക്ക് ചെയ്യുന്ന വാഹനത്തിനെ മറികടന്ന് മറ്റു വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടക്കുമ്പോൾ പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നതും സ്ഥിരം കാഴ്ചയാണ്. റോഡ് കയ്യേറി കച്ചവടം നടത്തുന്നത് ഒഴിപ്പിച്ച് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ കൊടകര സെക്ഷൻ PWD AEക്ക് പരാതി നൽകി. നന്ദിക്കരയിൽ സച്ചി ഓട്ട് കമ്പനിക്ക് മുൻപിൽ തൊഴിലാളികൾ സൂചനാ ധർണ നടത്തി. ബോണസ് തീർപ്പാക്കുന്നതിൽ ഓട്ട് കമ്പനി ഉടമകൾ കാണിക്കുന്ന പിടിവാശി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ നന്ദിക്കരയിൽ സച്ചി ഓട്ട് കമ്പനിക്ക് മുൻപിൽ തൊഴിലാളികൾ സൂചനാ ധർണ നടത്തി. സമരം INTUC നേതാവ് ആന്റണി കുറ്റൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ ആലത്തൂർ അധ്യക്ഷനായി. 2023-24 സാമ്പത്തിക വർഷത്തെ MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന
ഊരാംകുളം ലിഫ്റ്റ് ഇറിഗേഷൻ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ രോഹിത് മേനോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC സുബ്രൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7060 രൂപ, പവന് 56,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി കോസ്മോസ് ക്ലബിൽ വെച്ച് നടന്ന ചാലക്കുടി ഉപജില്ലാ നീന്തൽ മത്സരത്തിൽ വെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായ 3ാം തവണയും ഓവറോൾ കിരീടം കരസ്ഥമാക്കി. ഡ്രെയിനേജ് വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. റോയൽ ബേക്കേഴ്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് മരിച്ചത്. സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ ദേശീയ ഫാർമസിസ്റ്റ് ദിനം ആഘോഷിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ മോഷണം. സ്കൂളിന്റെ അടുക്കളയിൽ നിന്ന് 2 ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിച്ചു. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. ആമ്പല്ലൂർ സിഗ്നൽ കഴിഞ്ഞ് വരന്തരപ്പിള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡ് കയ്യേറി കച്ചവടം നടത്തുന്നതിനെതിരെ PWD AEക്ക് പരാതി നൽകി. നന്ദിക്കരയിൽ സച്ചി ഓട്ടു കമ്പനിക്ക് മുൻപിൽ തൊഴിലാളികൾ സൂചനാ ധർണ നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.